യാല്ല വെൽക്കം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് എഴുന്നേറ്റ ഉടനെ നേരെ ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ട് എല്ലാം ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഉസഫയിലുള്ള ഗുഡ് ബർഗറിലേക്ക് വിട്ടു. അവിടുന്ന് നല്ലൊരു ഷവായും ഒരു അഫ്ഗാനി ചിക്കൻ ഓർഡർ ചെയ്തു. അഫ്ഗാനി ചിക്കൻ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ച് അതിന്റെ പുറത്ത് തന്നെ ഒരു ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. എല്ലാ ജ്യൂസിനും അവിടെ 5 ദിറംസേ ഉള്ളൂ. അവിടുന്ന് ഒരു ജ്യൂസും വാങ്ങി നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു. വണ്ടിയിൽ സ്റ്റാർബക്സിന്റെ ഒരു കവർ ഉണ്ടായിരുന്നു. ഇവൻ 5 റുപ്യന്റെ ജ്യൂസ് ആർക്കും തിരിയണ്ടെന്ന് പറഞ്ഞിട്ട് ആ കവർ എടുത്ത് അവന്റെ ജ്യൂസ് മേലിട്ടു. നമുക്ക് കുറച്ച് ഡേറ്റ്സും നട്ട്സ് എല്ലാം വാങ്ങാനുണ്ടായിരുന്നു. നമ്മളത് വാങ്ങാൻ വേണ്ടി അബുദാബിയിലുള്ള മിന മാർക്കറ്റിലേക്ക് വിട്ടു. അവിടെ ആകുമ്പോൾ നല്ല സാധനം കിട്ടും. നമ്മളെ ബാക്കിയുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായാലോ നമ്മൾ കോർണിഷിലേക്ക് വിട്ടു. അബുദാബി കോർണിഷിൽ പോകുമ്പോൾ നമ്മൾ ബോൾ എടുത്തിട്ടാ പോയത്. അവിടുന്ന് ഫുട്ബോളും പിന്നെ കുളിക്കുകയെല്ലാം ചെയ്ത് കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. കുറെ ആൾക്കാർ അവിടെ മേത്ത് മണ്ണ് വാരി ഇടുന്നുണ്ട്. എന്തിനാ നമുക്ക് ഇപ്പോൾ തിന്നിക്കില്ല, പിന്നെ നമ്മളായിട്ട് കുറച്ചിക്കില്ല, നമ്മളും പാരിയിട്ട് 6 മണി വരെ ഇവിടെ കുളിക്കാൻ തമ്മേക്കുള്ളൂ. പിന്നെ സെക്യൂരിറ്റി എല്ലാം പറഞ്ഞ് നമ്മൾ കുളിയെല്ലാം നിർത്തി നേരെ അവിടെ തന്നെ ഒരു ഷവർ ഉണ്ട്, അവിടെ നിന്ന് കുളിച്ച് നേരെ നമ്മളെ വണ്ടിയിലേക്ക് വിട്ടു. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നേരെ വിട്ടത് B11ലേക്കാണ്. നമ്മളൊരു ചീസ് ബോംബ് വാങ്ങാന്ന് വിചാരിച്ചിട്ട് പോയതാ. കൗണ്ടറിൽ എങ്ങനെ പറഞ്ഞ് ദുബായ് ക്രേപ്പും മൈക്കോ അടിപൊളി ടേസ്റ്റ്, എങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന്. പിന്നെ ഓൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതും വാങ്ങി. തിന്നോക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. B11 എന്താന്ന് പറഞ്ഞൂടാ, കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് ബേ മസ്റ്റ് വരും. പിന്നെ നമ്മൾ 4 ആളിലോണ്ട് പ്രശ്നമില്ല, തീരുവാനും ഒരു പണിയില്ലേനു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. ഓലെല്ലാം റൂമിലാക്കി. ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുന്നതിക്ക് സത്താർ ബക്സിക്കാരി ഒരു കോഫിയും കുടിച്ച് ഇന്നത്തെ ദിവസം ഖലാസ്.